ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു മസാല മാങ്ങ വാശിയാണ് കേട്ടോ. കുട്ടിക്ക് ഭയങ്കര വാശി കേട്ടോ മസാല മാങ്ങ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ അവരുടെ വാശിക്ക് ഉള്ള പപ്പ കൂട്ടി നിൽക്കുന്ന ഒരു രണ്ടാളും കൂടി മസാല മാങ്ങ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള അവരുടെ കളിച്ചിരികളും അടങ്ങിയിട്ടുള്ളൊരു വ്ലോഗാണ് കേട്ടോ. അവളുടെ പപ്പ ഒരു സഹായത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒക്കെ അരിഞ്ഞു കൊടുത്ത് ഓക്കെന്നെ എല്ലാം ഇക്കിടും വേണം, എല്ലാം ചെയ്യണം കേട്ടോ. ആ വാശിയിലാണ് കേട്ടോ ഇപ്പോൾ. മതി നീ വലിച്ചോ. അവളെ ആഗ്രഹങ്ങളൊന്നും അല്ലാണ്ട് പറയലൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ കുറെ ആഗ്രഹങ്ങളെ അവൾക്ക് ഉണ്ടാവുകയുള്ളൂ. എരും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും മാത്രം ഒരാൾ തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരും പുളിയൊക്കെ. നമ്മളെ മക്കൾ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് അവർക്ക് സപ്പോർട്ടായി നിൽക്കണം കേട്ടോ. എന്നാലാണ് ഓർക്കും നമ്മളും തമ്മിലൊരു അടുപ്പുണ്ടാകുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് എരുണ്ടാകും, അതങ്ങനെയാണ്, അത് ഇത്തിരിടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കൂട്ടോ. ഓള് ഞങ്ങളെ കൂടെ ഇങ്ങനെ കുറേ ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് വരും കേട്ടോ. ഹെൽപ്പ് മീൻസ് ഓളെ കാര്യങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഓൾക്ക് കൂട്ടി നിൽക്കും ചെയ്യും. അവൾക്ക് ആ മസാല മാങ്ങ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓളന്നെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഞങ്ങൾ മസാല മാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിക്കാൻ പോകുകയാണെന്നൊക്കെ. അങ്ങനെ ഞാനും ഇക്കയും ഓളും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് കുറേ സംസാരിച്ചിട്ടാട്ടോ ഈ മാങ്ങ ഒക്കെ ഇങ്ങനെ തിന്ന് കഴിക്കുക. ഓളെ ഫ്രണ്ട്സാറുണ്ട്, കാക്കാൻ്റെ മക്കളുണ്ട്, ടുട്ടു ഓരൊക്കെ ഉണ്ട്. ഓരൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വായോ നമുക്ക് കഴിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓരൊക്കെ ഷെയറിങ്ങിൻ്റെ ഒരു ഇതുണ്ടാവാനും നമ്മൾ കൂട്ടത്തോടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിൽ നമുക്ക് തോന്നും ഇതിപ്പോൾ എന്താ വലിയ കാര്യം എന്ന് തോന്നിയെങ്കിലും എൻ്റെ മനസ്സിൽ അതൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വരും കേട്ടോ. അതായത് ഓൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ. കാരണം ഒക്കെ ഭയങ്കര സന്തോഷം. പപ്പൻ്റെ വായിക്കും വെച്ചെടുക്കും, എനിക്കും വെച്ചുതരും. ഓളൊരു ഉമ്മാവും, നമ്മൾ കുട്ടികളാകും, ആ ഒരു ലെവലിലാട്ടോ പിന്നെ ഓള് ആവുക. കാരണം ഓളാണല്ലോ അതൊക്കെ ഉണ്ടാക്കി മുമ്പ് കിട്ടി ഇറങ്ങിയതൊക്കെ. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഫുഡ് ഓക്ക് കൊടുക്കുന്ന സമയത്തുള്ളൊരു കുട്ടിയും നമ്മളെ ഉമ്മയാണ്. ഓളി മസാല മാങ്ങ ഉണ്ടാക്കിയപ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ അവിടെ വന്നത്. നമ്മൾ കുട്ടികളും ഓള് ഉമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കും ഇങ്ങനെ വായിക്ക് വെച്ചിട്ടൊക്കെ ചെയ്യാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കേട്ടോ. മകളുടെ വാശിയും എൻ്റെയും ഇക്കയുടെയും എൻ്റർടൈൻമെൻറ്റുമാണ് കേട്ടോ ഇത്. നിങ്ങളുടെ മക്കളെ ഇങ്ങനെയൊക്കെ വാശി പിടിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങളത് കൈകാര്യം ചെയ്യാറ്? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് കാണാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് പറയണേ.